മലയാളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ സാങ്കേതിക പ്രവർത്തകനാണ് റസൂൽ പൂക്കുട്ടി. സൗണ്ട് എന്ന ഘടകത്തിന് സിനിമയിൽ എത്ര ശക്തമായ സ്ഥാനമുണ്ട് എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി നൽകിയ റസൂൽ പൂക്കുട്ടിയുടെ സ്ഥാനം ഏറെ വലുതാണ്. ഓസ്കാർ അവാർഡ് ജേതാവായ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് നേരത്തെ തന്നെ റസൂൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ആദ്യ സിനിമാ സംരംഭം സിനിമ ആയിരിക്കില്ല, മറിച്ച് ഒരു വെബ് സിനിമ ആയിരിക്കും എന്നാണ് റസൂൽ പൂക്കുട്ടി പറയുന്നത്. ഫ്ലാഷ് മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വെബ് സീരീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. US കമ്പനിയാണ് ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ആമസോണോ നെറ്റ്ഫ്ലിക്സോ ഏറ്റെടുക്കുമോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത്. അത് ചോദിക്കാൻ കാരണം ഈ വെബ് സീരീസിൽ മോഹൻലാൽ ആയിരിക്കും അഭിനയിക്കാൻ പോകുന്നതും. മോഹൻലാലുമായുള്ള ഒരു വട്ട ചർച്ച നടത്തി. അത് കഴിഞ്ഞ് ഒരു ഹിന്ദി ചിത്രവും ഒരു മലയാള ചിത്രവും സംവിധാനം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്നും റസൂൽ പൂക്കുട്ടി വ്യക്തമാക്കുന്നു. അതിൽ ഹിന്ദി ചിത്രമായിരിക്കും ആദ്യം ചെയ്യുക എന്നും അദ്ദേഹം പറയുന്നു. വെബ് സീരീസിനായി മോഹൻലാൽ 45 ദിവസത്തെ ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടി അഭിനേതാവായെത്തുന്ന ചിത്രം ദി സൗണ്ട് സ്റ്റോറി ഏപ്രിൽ മാസം പുറത്തിറങ്ങും. ആദ്യമായി തൃശൂർ പൂരത്തിന്റെ ശബ്ദം പ്രമേയമാക്കി ചെയ്യുന്ന ചിത്രമാണിത്. ചെന്നൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആദ്യ പ്രദർശനം നടന്ന ചിത്രമാണ് ദി സൗണ്ട് സ്റ്റോറി. തൃശൂർ വടക്കനാഥ ക്ഷേത്രത്തിൽ വർഷം തോറും നടക്കാറുള്ള പൂരത്തിന്റെ ശബ്ദത്തിനും ലഭിക്കുന്ന സമ്പൂർണ്ണ ഡോക്യുമെന്റേഷൻ എന്നതാണ് ചിത്രത്തിന്റെ പ്രത്യേകത. എന്തായാലും ആരാധകർ ഇപ്പോൾ ഞെട്ടലിലാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാളത്തിലെ മുൻനിര നടൻ വെബ് സീരീസിൽ നായകനായി എത്താൻ പോകുന്നതും. കാരണം ഇക്കാലത്ത് വെബ് സീരീസുകൾ വമ്പൻ ഹിറ്റുകളാണ്. നവാസുദ്ദീൻ സിദ്ദിഖിയും സെയ്ഫ് അലി ഖാനും കേന്ദ്ര കഥാപാത്രങ്ങളായ നെറ്റ്ഫ്ലിക്സിന്റെ സേക്രഡ് ഗെയിംസിനും ആമസോൺ പ്രൈമിന്റെ മിർസാപൂറും ഇന്ത്യയിൽ വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത്. അതേ ശ്രേണിയിലായിരിക്കും ഹിന്ദിയിൽ ലാലേട്ടന്റെയും എത്തുക എന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ.